ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ എല്ലാ ദിവസവും മലയാളത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു അല്ലേ? മലയാളത്തിൽ ഒരുപാട് പദങ്ങൾ ഉപയോഗിക്കുന്നു, ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ നിത്യവും ഓരോ ദിവസവും പുതിയ പുതിയ സെൻറ്റൻസുകൾ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില മലയാള സെൻറ്റൻസുകളുടെ ഇംഗ്ലീഷ് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ആ സെൻറ്റൻസ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ഒന്നാമതായി നമ്മൾ പറയാൻ പോകുന്ന സെൻറ്റൻസ് ഇതാണ്, എക്സ്ക്യൂസ് മീ. എല്ലാവരും അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ആളുകൾ എല്ലാ ദിവസവും പലരും ഉപയോഗിക്കുന്ന സെൻറ്റൻസ് തന്നെയാണ് എക്സ്ക്യൂസ് മീ എന്ന് പറയുന്നത്. പല ആളുകൾക്കും ഇത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, ഏത് സാഹചര്യത്തിലാണ് ഇത് പറയേണ്ടത് എന്ന് അറിയാതെയാണ് പലരും ഇത് ഉപയോഗിക്കുന്നത്. ഉദാഹരണമായിട്ട്, നമ്മൾ പോകുന്ന വഴിയിൽ തടസ്സമായി ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിൽക്കാൻ പറയാതെ തന്നെ അവരോട് നമ്മൾ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ റോഡിൽ നിന്നും ഒന്ന് മാറി നിൽക്കും, നമുക്കതിലെ പോകാനായിട്ട് സാധിക്കും. ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ എക്സ്ക്യൂസ് മീ എന്ന് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പരിചയമില്ലാത്ത ഒരാളോട് ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട്, ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട്, അവരുടെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ സമീപിക്കുന്ന സമയത്ത് അവരോട് നമ്മൾ എക്സ്ക്യൂസ് മീ, അതായത് അവരുടെ ശ്രദ്ധ നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ മറ്റൊരാളുടെ ശ്രദ്ധ നമ്മളിലേക്ക് കൊണ്ടുവരാനോ വഴിയിൽ നിന്നും മാറി നിൽക്കാൻ പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പതിവായി ഉപയോഗിക്കുന്ന ഒന്നാണ് എക്സ്ക്യൂസ് മീ എന്ന്, അല്ലേ? നമ്മളൊരാൾ വെള്ളം ചോദിക്കുമ്പോൾ എക്സ്ക്യൂസ് മീ, കുഡ് യു പ്ലീസ് ഗീവ് മീ സം വാട്ടർ, എക്സ്ക്യൂസ് മീ, കുഡ് യു പ്ലീസ് മൂവ് എ ലിറ്റിൽ, അല്ലേ? ഒന്നങ്ങോട്ട് മാറി നിൽക്കാമോ? ആ മാറി നിൽക്കാമോ എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. പകരം നമ്മുടെ അടുത്ത് ചെന്നിട്ട് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ പതിവായി ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസാണ് എക്സ്ക്യൂസ് മീ എന്നുള്ളത്. രണ്ടാമതായി നമ്മൾ പറയാൻ പോകുന്ന സെൻറ്റൻസ് ഇങ്ങനെയാണ്, ഹൗ ഡസ് ദാറ്റ് സൗണ്ട്. ഹൗ ഡസ് ദാറ്റ് സൗണ്ട്, അതെങ്ങനെയുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ നമ്മുടെ സുഹൃത്തിനോട് ഒരു നല്ല ഐഡിയ, നല്ലൊരു പ്ലാൻ പറയുന്നു. നമുക്കിന്ന് പുറത്തു പോയി ഭക്ഷണം കഴിച്ചാലോ, നമുക്കിന്ന് അവളുടെ വീട്ടിലേക്ക് പോയാലോ, നമുക്കിന്ന് ഇങ്ങനെ ചെയ്താലോ. ആ സുഹൃത്തിന് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചോദിക്കും, ഹൗ ഡസ് ദാറ്റ് സൗണ്ട്, അതെങ്ങനെ ഉണ്ടാവും, അല്ലേ? നമുക്കിന്ന് പുറത്തു പോയി ഭക്ഷണം കഴിച്ചാലോ, അതെങ്ങനെ ഉണ്ടാവും. ഇത്തരത്തിൽ മലയാളത്തിൽ നമ്മൾ എന്നും ചോദിക്കുന്നതാണ്. നമ്മുടേതായ ഒരു ആശയം, ഒരു ഐഡിയ അവരോട് പറയുകയും അവർക്കത് ഇഷ്ടപ്പെട്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതെങ്ങനെ ഉണ്ടാകും എന്ന് ചോദിക്കാറുണ്ട്. ഇത്തരത്തിൽ ചോദിക്കുന്നതിൻ്റെ ഇംഗ്ലീഷ് സെൻറ്റൻസാണ് ഹൗ ഡസ് ദാറ്റ് സൗണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരാൾ നമ്മളോടൊരു കിടിലൻ ഐഡിയ, ഒരു പ്ലാൻ പറയുകയും നമുക്ക് ആ പ്ലാൻ ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളോ അവരോട് പറയും, കിടിലൻ ഐഡിയ, ഷെയറായിട്ടുണ്ട്, നല്ല ഐഡിയ ആണ് എന്ന് പറയാറുണ്ട്. ഇത്തരത്തിൽ പറയുന്നതിനായി നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നതാണ് ദാറ്റ് സൗണ്ട് ഇസ് ഗ്രേറ്റ്. അത് കുഴപ്പമില്ല, വളരെ നന്നായിട്ടുണ്ട്, അത് നല്ല ഗ്രേറ്റ് ആയിട്ടുണ്ട്, അടിപൊളി ആശയമാണ്, കിടിലൻ ഐഡിയ ആണ് എന്നുള്ള രീതിയിലൊക്കെ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസാണ് ദാറ്റ് സൗണ്ട് ഇസ് ഗ്രേറ്റ് എന്നുള്ളത്. മൂന്നാമതായി നമ്മൾ പറയാൻ പോകുന്നത് ഈ സെൻറ്റൻസാണ് ദാറ്റ് സൗണ്ട് ഇസ് ഗ്രേറ്റ്. ഇത് കൂടാതെ തന്നെ ഇതേ അർത്ഥം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദാറ്റ് സൗണ്ട് ഇസ് ഫാൻറ്റാസ്റ്റിക് എന്നുള്ള സെൻറ്റൻസ് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ എക്സലൻറ്റ് എന്ന് ഉപയോഗിക്കാറുണ്ട്, ഓസം എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. അത് വളരെ നന്നായിട്ടുണ്ട്, കിടിലനാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട്, ഒരാളോട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ദാറ്റ് സൗണ്ട് ഇസ് ഫാൻറ്റാസ്റ്റിക്, ദാറ്റ് സൗണ്ട് ഇസ് ഗ്രേറ്റ്, ഓസം, എക്സലൻറ്റ് മുതലായ സെൻറ്റൻസുകളെല്ലാം ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നാലാമതായി നമ്മൾ പറയാൻ പോകുന്ന സെൻറ്റൻസ്, നമ്മൾക്ക് ഒരാൾ ഒരു ഉപകാരം ചെയ്തു, നമ്മളോട് ഒരാൾ നല്ലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? താങ്ക് യു വെരി മച്ച്. ഞാനടക്കം നമ്മളെല്ലാവരും തന്നെ പറയുന്നതാണ് താങ്ക് യു വെരി മച്ച്, താങ്കൾ ഈ ഉപകാരം ചെയ്തതിന് നന്ദി, അല്ലേ? ഇനി നമ്മൾ പറയുമ്പോൾ ഈ സെൻറ്റൻസ് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ദാറ്റ് ഈസ് സോ കൈൻഡ് ഓഫ് യു എന്നോ, അല്ലെങ്കിൽ ഐ റിയലി അപ്രീഷിയേറ്റ് യു എന്നോ നമുക്ക് ഉപയോഗിക്കാം. നമ്മളെപ്പോഴും താങ്ക് യു എന്ന് തന്നെ പറയണമെന്നില്ല. അത് സാധാരണ കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു നന്ദി സൂചകമായ ഒരു വാചകമാണ്. എങ്കിൽ കൂടിയും നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി എന്തു പറയാം? ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ് എന്നോ, ദാറ്റ് ഈസ് സോ കൈൻഡ് ഓഫ് യു എന്നോ ഉപയോഗിക്കാം. ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് വളരെ മാന്യമായ, നല്ല വിനയപൂർവ്വമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. താങ്കൾ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഉപകാരമുണ്ട്, ഞാൻ ഈ കാര്യത്തെ അഭിനന്ദിക്കുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. താങ്ക് യു, നന്ദി എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഇത്തരത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻറ്റൻസ്, സംസാരം, പ്രയോഗങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഐ അപ്രീഷിയേറ്റ് ഇറ്റ് എന്നോ, ദാറ്റ് ഈസ് സോ കൈൻഡ് ഓഫ് യു എന്നോ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. എല്ലാ ദിവസവും ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യപ്പെടാത്തവരാരും ഉണ്ടാവില്ല. ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും എല്ലാ ദിവസവും എന്തെങ്കിലും ചെറിയ സഹായമെങ്കിലും മറ്റുള്ളവരിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ടാവും. ഇത്തരത്തിൽ നമ്മൾ സഹായങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്ലീസ് ഹെൽപ്പ് മീ. ഇത്തരത്തിൽ പ്ലീസ് ഹെൽപ്പ് മീ എന്നുള്ളതാണ് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ്. ഹെൽപ്പ് മീ എന്നതിന് പകരമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത് പ്ലീസ് ഗീവ് മീ എ ഹാൻഡ്, പ്ലീസ് ലെൻഡ് മീ എ ഹാൻഡ് എന്നാണ്.
നിങ്ങൾ എന്നെ ഒരു കൈ സഹായിക്കാമോ, നിങ്ങൾ എനിക്കൊരു കൈ തരാമോ, അതായത് നിങ്ങൾ എന്നെ ചെറുതായി ഒന്ന് സഹായിക്കാമോ, നിങ്ങളുടെ ഒരു സഹായം എനിക്ക് ആവശ്യമുണ്ട്. വളരെ മാന്യമായ രീതിയിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നത്. പ്ലീസ് ഗിവ് മീ എ ഹാൻഡ്, എന്നെ ഒരു കൈ സഹായിക്കാമോ, പ്ലീസ് ഹെൽപ്പ് മീ എന്നതിന് പകരം എന്തുകൊണ്ടും വളരെ മാന്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് തന്നെയാണ് പ്ലീസ് ഗിവ് മീ എ ഹാൻഡ്. അപ്പോൾ ഇനി നമ്മൾ സഹായം ആവശ്യപ്പെടുന്ന സമയത്ത് പ്ലീസ് ഗിവ് മീ എ ഹാൻഡ് എന്നോ പ്ലീസ് ലെൻഡ് മീ എ ഹാൻഡ് എന്നോ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ എല്ലാ ദിവസവും സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. ആരെങ്കിലും നമ്മളോട് സുഖമാണോ, ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു മറുപടി ഇങ്ങനെയാണ്, ഐ ആം ഫൈൻ, ഐ ആം ഫൈൻ. നമ്മളെല്ലാവരും തന്നെ ഇത്തരത്തിലാണ് ഉപയോഗിക്കുന്നത്, ഐ ആം ഫൈൻ. ആരെങ്കിലും സുഖമാണോ എന്ന് ചോദിച്ചാൽ ഫൈൻ അല്ലെങ്കിലും നമ്മൾ എന്ത് പറയും, ഐ ആം ഫൈൻ എന്ന് പറയും. എന്നാൽ ഈ രീതി നമുക്കൊന്ന് മാറ്റി നോക്കാം. ഇതിന് പകരമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പ്രെറ്റി ഗുഡ്, ഐ ആം പ്രെറ്റി ഗുഡ്. വാട്ട് അബൌട്ട് യു, ഐ ആം വെരി വെൽ. വാട്ട് അബൌട്ട് യു, ഐ ആം സോ ഗ്രേറ്റ്. വാട്ട് അബൌട്ട് യു, അല്ലേ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ നന്നായിട്ടിരിക്കുന്നു, എന്താണ് നിൻ്റെ വിശേഷം, വാട്ട് അബൌട്ട് യു, എന്താണ് നിൻ്റെ വിശേഷം. ഈ രീതിയിൽ നമ്മൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സെയിം ആസ് ഓൾവേസ് എന്ന് പറയാം, സാധാരണ പോലെ തന്നെ സെയിം ആസ് ഓൾവേസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഐ ആം നോട്ട് സോ വെൽ, എനിക്കത്ര സുഖമില്ല, അത്ര നല്ല ഒരവസ്ഥയല്ല, അല്ലേ. ഈ രീതിയിലെല്ലാം തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തൊക്കെ പറയാം, ഐ ആം ഫൈൻ എന്ന് പറയുന്നതിന് പകരം ഐ ആം വെൽ, വാട്ട് അബൌട്ട് യു, ഐ ആം പ്രെറ്റി ഗുഡ്, വാട്ട് അബൌട്ട് യു, സെയിം ആസ് ഓൾവേസ്, ഐ ആം സോ ഗ്രേറ്റ്. ഇത്തരത്തിലെല്ലാം തന്നെ നമുക്ക് സുഖമാണ് എന്ന് പറയുന്നതിന്, ഫൈൻ എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഐ ആം ഫൈൻ എന്നതിന് പകരം ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളെല്ലാം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത്, പറയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ കൂടി ഉൾപ്പെടുത്തി സംസാരിക്കുക. പുതിയ പുതിയ സെൻറ്റൻസുകൾ നിങ്ങൾ പരീക്ഷിക്കുക. അതുവഴി നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ കൊണ്ടുവരിക. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ സംസാരത്തിലും നിങ്ങളുടെ വൊക്കാബുലറിയിലും നിങ്ങളുടെ ഉപയോഗത്തിലൊക്കെ വലിയ പുരോഗതി തന്നെ, നിങ്ങളുടെ ഇംഗ്ലീഷിൽ വലിയ പുരോഗതി ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും